Hi friends, the sarees in the assorted collections ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതിൽ ഇന്നത്തെ നമ്മുടെ കളക്ഷൻസിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ എൻക്വയറി ഉള്ളതാണ് സെമി ഡ്രസ്സസ് സാരീസ്. അതിൽ തന്നെ 3 പാറ്റേൺ കാണിക്കുന്നുണ്ട്. ഞാൻ വേറെ ചെയ്തിരിക്കുന്നത് പോലെ നമുക്ക് കോൺട്രാസ്റ്റ് വരുന്നത് തന്നെ 2 പാറ്റേൺസ് വരുന്നുണ്ട്. അതുകൂടാതെ നമ്മുടെ കട്ട് വർക്ക് വരുന്ന സാരീസ് ഒരു ഫംഗ്ഷൻ വെയർ എന്ന് ഉദ്ദേശിക്കുമ്പോഴത്തേനും അധികം കസവോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ ഒത്തിരി പേർക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഐറ്റാണ് കട്ട് വർക്ക് വരുന്ന സാരീസ്. അതും സെമി ഡ്രസ്സസ് ഫാബ്രിക്കിലേക്കാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ 2 പാറ്റേണും പിന്നെ പ്രീമിയം മൽക്കോട്ടൺ ഫാബ്രിക്കിലേക്കും സെമി ജൂട്ടിൻ്റെ പുതിയ കളക്ഷൻസ് ഒക്കെ ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക, വാട്സപ്പിൽ മെസ്സേജ് അയക്കുക. ഷോപ്പ് മലപ്പുറം ജില്ലയിൽ നിലമ്പൂർ ഇടിവണ്ണയാണ്. ഓരോന്നായിട്ട് കണ്ടു തുടങ്ങാം. ഫസ്റ്റ് വൺ ഞാൻ വേറെ ചെയ്തിരിക്കുന്ന ഈ ഒരു പാറ്റേണിലേക്കാണ് വന്നിരിക്കുന്നത്. ഇത് സെമി ടെസറാണ് ഫാബ്രിക് വരുന്നത്. സാധാരണയായിട്ട് നമ്മൾ എപ്പോഴും കാണുന്ന സെമി ടെസറിൽ കാണുന്ന കളർ കോമ്പിനേഷനിൽ നിന്നൊക്കെ ഡിഫറൻ്റ് ആയിട്ടാണ് ഇപ്രാവശ്യം വന്നിരിക്കുന്നത്. ഇതിൻ്റെ ബോഡി പോർഷൻ എന്ന് പറയുന്നത് പേസ്റ്റൽ ഗ്രീൻ ഷെയ്ഡിലേക്കാണ് വരുന്നത്. കുഞ്ഞു കുഞ്ഞു ബുട്ടാസാണ് ഇതിലേക്ക് വരുന്നത്. അതുപോലെ തന്നെ കോൺട്രാസ്റ്റ് ഇതിൽ തന്നെ ത്രെഡിൻ്റെ വീവിംഗ് പാറ്റേൺ വരുന്ന ഒരു ത്രെഡിൻ്റെ ബുട്ടാസ് വരുന്ന ഒരു ബോർഡർ പോർഷനാണ്. അതായത് ഒരു മസ്റ്റാർഡ് ഷെയ്ഡിലേക്ക് വരുന്നുണ്ട്. ആ ഒരു സെയിം കളർ തന്നെയാണ് പല്ലു പോർഷനിലും വരുന്നത്. സെയിം കളർ ത്രെഡ് വീവ്സ് ഒക്കെ വരുന്നുണ്ട്. ടാസിൽസ് അറ്റാച്ച്ഡ് ആണ്. അതുപോലെ തന്നെ ഒരു നാരോ സ്ട്രൈപ്പ് പാറ്റേണിലേക്കാണ് ഇതിൻ്റെ ബ്ലൗസ് പീസ് വന്നിരിക്കുന്നത്. അല്ല സൂപ്പർ ആയിട്ടുള്ളൊരു കളക്ഷൻസ് ആട്ടോ. എന്തായാലും ഒരു പ്യുവർ ഡ്രസ്സിൻ്റെ അതേ ഒരു ഫീലും ലുക്കിലും ഒക്കെ നമുക്ക് ചെറിയൊരു ഫംഗ്ഷൻ വേണമെങ്കിൽ വെയർ ചെയ്യുക. അതുപോലെ തന്നെ കാഷ്വൽ വെയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഫാബ്രിക്കിലേക്കാണ് വന്നിരിക്കുന്നത്. 1295 ആണ് റേറ്റ് വരുന്നത്. നെക്സ്റ്റ് വൺ വന്നിരിക്കുന്നതിന് ഇതിൻ്റെ കളേഴ്സാണ്. അടുത്തതും ഒരു പേസ്റ്റൽ ഗ്രീൻ ആണ് ബോഡി പോർഷനിലേക്ക് വന്നിരിക്കുന്നത്. ഇതിൽ കോമ്പിനേഷൻ വന്നിരിക്കുന്ന ഷെയ്ഡ് എന്ന് പറഞ്ഞാൽ ലാവൻഡർ ആണ്. ഞാൻ പറഞ്ഞില്ല സാധാരണയായിട്ട് നമ്മൾ എപ്പോഴും കാണുന്ന സെമി ഡ്രസ്സിലൊക്കെ കാണുന്ന കളർ കോമ്പിനേഷൻ എന്നൊക്കെ വെറൈറ്റി ആയിട്ടുള്ള കളർ കോമ്പിനേഷനാണ്. അതാണെങ്കിലും നല്ല സൂപ്പർ ആയിട്ടുള്ള കളർ കോമ്പിനേഷൻസും ആണ് വന്നിരിക്കുന്നത്. 1295 റേറ്റിലേക്ക് വരും. അടുത്തത് വരുന്നത് ബോഡി പോർഷനിലേക്ക് ആ ഒരു ലാവൻഡർ ഷെയ്ഡ് വന്നിട്ട് നമ്മുടെ ഒരു ബ്ലൂവിൻ്റെ ഷെയ്ഡ് ആ ഒരു കോപ്പർ ബ്ലൂവിൻ്റെ ഒക്കെ ഒരു കോമ്പിനേഷൻ ആണ് ഇതിൻ്റെ ബോർഡർ പോർഷനിലേക്ക് വന്നിരിക്കുന്നത്. കുഞ്ഞു കുഞ്ഞ് ബുട്ടാസും അതുപോലെ തന്നെ വീവിംഗ് പാറ്റേണും ഒക്കെ ആയിട്ടാണ് വരുന്നത്. നാരോ സ്ട്രൈപ്പ് പാറ്റേൺ വരുന്ന ബ്ലൗസ് പീസ് പെയർ ചെയ്തിട്ടുണ്ട്. അടുത്തത് വന്നിരിക്കുന്നതും ഒരു ബോഡി പോർഷനിലേക്ക് ഒരു ലാവൻഡർ ഷെയ്ഡാണ് വന്നിരിക്കുന്നത്. അതിൽ കോമ്പിനേഷൻ വന്നിരിക്കുന്നത് ബെയ്ജ് ആണ്. നല്ല സൂപ്പർ ആയിട്ടുള്ള കളർ കോമ്പിനേഷൻസ് ആയിട്ട് ഇപ്രാവശ്യത്തെ ഈ ഒരു സാരിയിലേക്ക് വരുന്ന 1295 അടിപൊളിയായിട്ടുള്ള കളക്ഷൻസ്. അടുത്തത് വന്നിരിക്കുന്നത് ഒരു ബ്ലൂവിൻ്റെ ഷെയ്ഡ് നമുക്ക് ബോഡി പോർഷൻ വന്നിട്ട് പേസ്റ്റൽ ഗ്രീൻ കോമ്പിനേഷനിൽ ഇതുപോലെ ബോർഡേഴ്സ് വരുന്ന സാരി. പാറ്റേൺ സെയിം തന്നെയാണ്, കളറിലാണ് ഡിഫറൻസ് വരുന്നത്. അടുത്ത വന്നിരിക്കുന്നത് ബോഡി പോർഷൻ ഗ്രേ ടോണിലേക്കാണ്. ഗ്രേ ആൻഡ് പിങ്ക് കളർ കോമ്പിനേഷനിലേക്കാണ് വന്നിരിക്കുന്നത്. കുഞ്ഞു കുഞ്ഞ് ബുട്ടാസൊക്കെ ആയിട്ട് ത്രെഡിൻ്റെ തന്നെ ബുട്ടാസ് ബോഡി പോർഷനിൽ വരുന്നുണ്ട്. കോൺട്രാസ്റ്റിൽ ഒരു ബുട്ടാസും അതുപോലെ തന്നെ പല്ലു പോർഷനിൽ വീവിംഗ് പാറ്റേണുമാണ് വന്നിരിക്കുന്നത്. വീണ്ടും പിങ്ക് കോമ്പിനേഷൻ വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ബോഡി പോർഷനാണ് പിങ്ക് ഷെയ്ഡ് വന്നിരിക്കുന്നത്. ഒരു ഡാർക്ക് ലാവൻഡർ ടോണിലേക്ക് ഇതിൻ്റെ ആ ഒരു പല്ലു പോർഷനും ബോർഡേഴ്സും വരുന്നുണ്ട്. കോൺട്രാസ്റ്റ് ആയിരിക്കും ബ്ലൗസ് പീസ് വരിക. 1295 പ്രൈസ് റേഞ്ചിലേക്ക് വരും. അടുത്തത് നമ്മൾ നേരത്തെ കണ്ടില്ലേ ബോഡി പോർഷനും ഈ ഒരു ബ്ലൂവിൻ്റെ ഷെയ്ഡ് വന്നിട്ട് മസ്റ്റാർഡ് കോമ്പിനേഷൻ ബോർഡേഴ്സിലേക്ക് വന്നതിൻ്റെ നേരെ റിവേഴ്സ് ഓർഡറിൽ വന്നിരിക്കുന്നതാണ്. ഇതിൻ്റെ ബോഡി പോർഷനാണ് ആ ഒരു മസ്റ്റാർഡ് ഷെയ്ഡ് വന്നിരിക്കുന്നത്. 1295 ആണ് റേറ്റ് വരുന്നത്. അടുത്തത് വരുന്നത് പേസ്റ്റൽ ഗ്രീനും മസ്റ്റാർഡും കോമ്പിനേഷനിലേക്കാണ്. നല്ല സൂപ്പർ ആയിട്ടുള്ള കളർ കോമ്പിനേഷൻസ് ആയിട്ട് ഇപ്രാവശ്യത്തെ എല്ലാ കളർ കോമ്പിനേഷനും ഒന്നിനൊന്നിന് ബ്യൂട്ടിഫുൾ ആയിട്ടാണ് വന്നിരിക്കുന്നത്. 1295 പ്രൈസ് റേഞ്ചിലേക്ക് വരും. ഇതിൻ്റെ ബുട്ടാസിൽ ചെറിയ ചെറിയ ഡിഫറൻസ് വരുന്നുണ്ട്. സെക്കൻഡ് പാറ്റേൺ ആണ് ഇപ്പോൾ നമ്മൾ നേരത്തെ ഒന്ന് കാണിച്ചതും. അടുത്ത് വന്നിരിക്കുന്ന ഈ ഒരു ബർഗണ്ടിയോടൊക്കെ അടുത്തേക്കുന്ന ഒരു മെറൂൺ ഷെയ്ഡ്, അതിലേക്ക് ഒരു ഡാർക്ക് മെറ്റാലിക് ഷെയ്ഡ് ബ്രൗൺ ടച്ച് വരുന്ന ഒരു മെറ്റാലിക് ഷെയ്ഡിൻ്റെ കോമ്പിനേഷനാണ് ബോർഡേഴ്സിലേക്ക് വരുന്നത്. ഇതിൽ ത്രെഡിൻ്റെ ഒരു ചെറിയ ലൈൻസ് പോലത്തെ ഒരു വീവിംഗ് ആണ് ബോഡി പോർഷനിൽ വരുന്നത്. പല്ലുവിൽ നമ്മുടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്ട്രൈപ്പ് ത്രെഡിൻ്റെ വീവിംഗ് പാറ്റേൺ വരും. അതുപോലെ തന്നെ കോൺട്രാസ്റ്റിൽ നാരോ സ്ട്രൈപ്പ് പാറ്റേൺ വരുന്ന ബ്ലൗസ് പീസാണ് ഇതിലും പെയർ ചെയ്തിരിക്കുന്നത്. 1295 പ്രൈസ് റേഞ്ച് വരും. കളേഴ്സ് റിപ്പീറ്റ് ചെയ്ത് വരുന്നത് ആ ഒരു പാറ്റേണിൽ ഡിഫറൻസ് ആണ്. അതായത് ഇതിൻ്റെ ആ ഒരു ത്രെഡിൻ്റെ വീവിങ്ങിലുള്ള ചെറിയ ഡിഫറൻസ് ആണ് വന്നിരിക്കുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർ കോമ്പിനേഷൻ. നേരത്തെ അതുപോലെ തന്നെ ഇതിൻ്റെ ബോർഡേഴ്സിലേക്കും ചെറിയൊരു വീവിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. നേരത്തെ ബുട്ടാസ് ആയിരുന്നു വരുന്നത്. ആ ഒരു ഡിഫറൻസ് മാത്രമായിട്ട് വരിക. 1295 പ്രൈസ് റേഞ്ചിൽ വരും. അടുത്ത വന്നിരിക്കുന്നത് ഒരു ഡാർക്ക് ലാവൻഡർ ഒരു ഗ്രേപ്പിൻ്റെയും വൈറ്റിൻ്റെ ഒക്കെ ആ ഒരു ഗ്രേപ്പ് ഷെയ്ഡാണ് വന്നിരിക്കുന്നത്. അതിലേക്ക് പിങ്ക് കോമ്പിനേഷനുമായിട്ട് വരും. 1295 പ്രൈസ് റേഞ്ചിലേക്ക്. ഇതിൻ്റെ തന്നെ നമുക്കൊരു കളർ കൂടിയാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഒരു യെല്ലോയും അതുപോലെ തന്നെ ഒരു എന്താ പറയുക കോഫി ബ്രൗണിനോടൊക്കെ അടുത്ത് നിൽക്കുന്ന ആ ഒരു ഷെയ്ഡിൻ്റെ ഒരു കോമ്പിനേഷൻ. 1295 പ്രൈസിലേക്ക് വരും. അടുത്ത സെമി സിൽക്ക് ഫാബ്രിക്കിലേക്ക് നമുക്ക് ഫംഗ്ഷൻ വെയർ ഒക്കെ ആയിട്ടാണെങ്കിലും
യൂസ് ചെയ്യാൻ പറ്റിയ സാരിയാണ്. നല്ല സോഫ്റ്റ് ആൻഡ് സോഫ്റ്റ് സിൽക്ക് ഫാബ്രിക്കിലേക്കാണ് വന്നിരിക്കുന്നത്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഷെയ്ഡ്, അതായത് ഒരു പീകോക്ക് ഷെയ്ഡാണ് ഇതിൻ്റെ ബോഡി പോർഷനിലേക്ക് വന്നിരിക്കുന്നത്. നേവി ബ്ലൂ കോമ്പിനേഷൻ വരുന്ന ബോർഡേഴ്സ്, അതിലേക്ക് ബോഡി പോർഷനിൽ ഇതുപോലെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മോട്ടീവ്സ് എല്ലാം വരുന്നുണ്ട്. വീവിംഗ് പാറ്റേൺ ആണ് നമ്മുടെ ബോർഡേഴ്സിലേക്ക് വരുന്നത്. ഈ ഒരു കളർ കോമ്പിനേഷൻ ശരിക്കും ആ ഒരു പീകോക്ക് കളർ കോമ്പിനേഷനാണ് വന്നിരിക്കുന്നത്. പല്ലുവിൻ്റെ ഔട്ട്ലുക്ക് വരുന്നത് അതുപോലെ, പല്ലു നല്ല റിച്ച് ആയിട്ട് വീവിംഗ് പാറ്റേൺ കൊണ്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ടാസിൽസും അറ്റാച്ച്ഡ് ആണ്. കോൺട്രാസ്റ്റ് കളറിൽ ഇതുപോലെ ബുട്ടാസ് വരുന്ന ബ്ലൗസ് പീസാണ് പെയർ ചെയ്തിരിക്കുന്നത്. ഇത് പ്രൈസ് വരുന്നത് 1295. നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഇതിൻ്റെ തന്നെ കളർ ചേഞ്ച്, ഗ്രീനും അതുപോലെ തന്നെ ഒരു ഡാർക്ക് എന്താ പറയുക വയലറ്റിൻ്റെയും ഒരു പർപ്പിൻ്റെയൊക്കെ ഒരു കോമ്പിനേഷൻ വരുന്ന ഒരു ഷെയ്ഡിലേക്കാണ് വന്നിരിക്കുന്നത്. ചെറിയൊരു വയലറ്റ് ടച്ചിയുടെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർ കോമ്പിനേഷൻ, ഫംഗ്ഷൻ വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള സാരി. കോൺട്രാസ്റ്റ് കളറിൽ ഇതുപോലെ ബുട്ടാസ് വരുന്ന ബ്ലൗസ് പീസ്. പ്രൈസ് വരുന്നത് 1295. അടുത്ത സെമി ജൂട്ട് ഫാബ്രിക്കിലേക്കാണ് വന്നിരിക്കുന്നത്. ഇതും നല്ല അടിപൊളിയായിട്ടുള്ള സാരി ആയിട്ട് ഈ ഒരു സമ്മറിലാണെങ്കിലും നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റും. ഇതിൻ്റെ കളർ കോമ്പിനേഷൻസ് ആണെങ്കിലും സൂപ്പറായിട്ടാണ് വരുന്നത്. ഫസ്റ്റ് വൺ വന്നിരിക്കുന്ന ഈ ഒരു റെഡിഷ് മറൂൺ ഷെയ്ഡിലേക്കാണ് വരുന്നത്. ബോഡി പോർഷൻ പ്ലെയിൻ ആയിട്ടാണ് വരുന്നത്. നല്ല സോഫ്റ്റുമാണ്, അതുപോലെ തന്നെ വെയ്റ്റ്ലെസ് ആയിട്ടുള്ള ഒരു ഫാബ്രിക്കാണ്. ചെറിയൊരു ലൈൻസ് വരുന്ന പാറ്റേൺ ആണ് നമ്മുടെ ബോർഡേഴ്സിലേക്ക് കൊടുത്തിരിക്കുന്നത്. ഹൈലൈറ്റ് ചെയ്ത് വന്നിരിക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പല്ലു പോർഷൻ ആട്ടോ. ഒരു മൾട്ടി കളർ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഡിസൈൻ പാറ്റേൺ ഒക്കെ ആയിട്ടാണ് വരുന്നത്. അതിലും ഭംഗി ഇതിൻ്റെ ബ്ലൗസ് പീസ് ആട്ടോ. ആ ഒരു പല്ലുവിൻ്റെ സെയിം ഡിസൈൻ പാറ്റേൺ, അതായത് മധുബനി ഡിസൈൻ പാറ്റേൺ വരുന്ന ബ്ലൗസ് പീസാണ് ഇതിൻ്റെ കൂടെ പെയർ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് 1295. ഇനി ഇതിൻ്റെ ഡിഫറെൻറ്റ് കളേഴ്സാണ് കാണിക്കുന്നത്. നെക്സ്റ്റ് വൺ ഒരു പിങ്ക് ടച്ച് വരുന്നതാണ്. പിങ്കും മറൂണിൻ്റെയും കൂടി ഒരു കോമ്പിനേഷൻ വരുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷെയ്ഡ്. ഈ ഒരു മധുബനി പാറ്റേൺ വരുന്ന പല്ലും അതുപോലെ തന്നെ മധുബനി ഡിസൈനിലേക്ക് വരുന്ന ബ്ലൗസ് പീസും. റേറ്റ് 1295. അടുത്ത ബ്ലൂ ഷെയ്ഡ്, ബ്ലൂവിലും പാറ്റേൺ എല്ലാത്തിലും ആ ഒരു പല്ലു പോർഷനിലേക്കും അതുപോലെ തന്നെ നമ്മുടെ ബോർഡേഴ്സിലേക്കൊക്കെ ആ ഒരു ഗോൾഡൻ ടച്ച് വരുന്ന ഒരു ബേജിൻ്റെ ഷെയ്ഡാണ് വരുന്നത്. അതിലേക്ക് മധുബനി ഡിസൈൻ പാറ്റേൺ വരും. ആ ഒരു ഡിസൈൻ പാറ്റേൺ തന്നെയാണ് ബ്ലൗസ് പീസിലും പെയർ ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഗ്രേഡൊക്കെ നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളൊരു ഷെയ്ഡാട്ടോ. ഭയങ്കര കംഫർട്ടബിൾ ആയിരിക്കും നമുക്ക് വെയർ ചെയ്യാനായിട്ട്. ചെറിയ ഫംഗ്ഷനൊക്കെ ആണെങ്കിലും വെയർ ചെയ്യാൻ കാഷ്വൽ വരുന്ന സൂപ്പറായിട്ടുള്ള ഐറ്റം 1295 റേറ്റിലേക്ക് വരും. നെക്സ്റ്റ് വൺ വന്നിരിക്കുന്ന ഗ്രീൻ ആണ് ഇതിൻ്റെ ഷെയ്ഡ് വന്നിരിക്കുന്നത്. ബോഡി പോർഷൻ പ്ലെയിൻ ആയിട്ടായിരിക്കും വരിക. ചെറിയൊരു ലൈൻസ് ആണ് നമ്മുടെ ബോർഡർ പോർഷനിലേക്ക് വന്നിരിക്കുന്നത്. 1295 റേറ്റ് വരും. അടുത്തത് പ്രീമിയം മൽക്കോട്ടൺ ഫാബ്രിക്കിലേക്കാണ് വന്നിരിക്കുന്നത്. ഇതും നമുക്കൊരു സമ്മർ സ്പെഷ്യലായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഐറ്റംസ് ആണ്. അതുപോലെ തന്നെ ഒത്തിരി പേര് ചോദിക്കുന്നതാണ് ചെറിയ ബോർഡേഴ്സ് വരുന്ന സാരീസ്. അപ്പോൾ ഇതിൽ നിന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡി പോർഷൻ പ്ലെയിൻ വന്നിട്ട് വളരെ ചെറിയൊരു ബോർഡർ പോർഷനാണ്. അതും ഒരു വീവിങ് സിക്സാഗിൻ്റെയൊക്കെ ഒരു വീവിങ് പാറ്റേൺ ആണ് ബോഡി പോർഷൻ ബോർഡേഴ്സിലേക്ക് കൊടുത്തിരിക്കുന്നത്. കംഫർട്ടബിളായിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പറ്റിയതാണ്. സിമ്പിളായിട്ടാട്ടോ അതിൻ്റെ ആ ഒരു പല്ലു പോർഷനൊക്കെ വരുന്ന ആ ഒരു സിംപ്ലിസിറ്റി തന്നെയാണ് ഇതിൻ്റെ ഒരു റിച്ച് ലുക്ക് എന്ന് പറയുന്നത് തന്നെ. അതുപോലെ ബ്ലൗസ് പീസ് പ്ലെയിൻ ആയിട്ട് വരും. ടാസിൽസൊക്കെ അറ്റാച്ച്ഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. 1495 ആണ് അതിൻ്റെ പ്രൈസ് വരുന്നത്. നെക്സ്റ്റ് ഇതിൻ്റെ ഷെയ്ഡ്സുകളാണ്. ഒരു ഒനിയൻ പിങ്കിൻ്റെ ഒക്കെ ഷെയ്ഡിലേക്കാണ് വന്നിരിക്കുന്നത്. ബോഡി പോർഷനൊക്കെ പ്ലെയിൻ ആയിട്ട് വരും. ചെറിയൊരു സിക്സാഗ് വീവിംഗ് പാറ്റേൺ വരുന്ന ബോർഡേഴ്സും ഇതുപോലെ ഒരു കോപ്പർ, നമ്മുടെ മെറ്റാലിക് കോപ്പറിൻ്റെ ആ ഒരു ഷെയ്ഡിലേക്ക് വരുന്ന പല്ലു പോർഷനും ടാസിൽസ് അറ്റാച്ച്ഡ് ആണ്. റേറ്റ് 1495. അടുത്തത് ഒരു എന്താ പറയുക ഗ്രേപ്പ് വയലറ്റ് കോമ്പിനേഷൻ വരുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷെയ്ഡ്. എല്ലാത്തിൻ്റെയും ആ ഒരു ബോർഡർ പോർഷൻ സെയിം ആയിട്ട് തന്നെയാണ് വരുന്നത്. നമ്മുടെ സാരിയുടെ കളറിൽ ഡിഫറൻസ് വരുന്നുള്ളൂ. 1495 റേറ്റ് വരുന്നത്. ഇതൊക്കെ നമുക്ക് സമ്മർ സ്പെഷ്യലായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ കളക്ഷൻസ് കേട്ടോ. മൽമൽ കോട്ടൺ ഫാബ്രിക്കിലേക്കാണ് വരുന്നത്. ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് ഈ ഒരു ഷെയ്ഡൊക്കെ കോഫി ബ്രൗണ്ട് അടിപൊളിയായിട്ടുള്ളൊരു ഷെയ്ഡ്. 1495 പ്രൈസിലേക്ക് വരും. നെക്സ്റ്റ് നമ്മുടെ ഗ്രീനാണ് ഷെയ്ഡ് വന്നിരിക്കുന്നത്. എല്ലാം ഒന്നിനൊന്നിന് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർ ചാർട്ടിലാട്ടോ വന്നിരിക്കുന്നത്. റേറ്റ് വരുന്നത് 1495. അടുത്തത് ഓൾ ടൈം എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു നേവി ബ്ലൂ ഷെയ്ഡ്. പ്ലീറ്റ്സ് ചെയ്തോ 1 ലെയർ ഒക്കെ ആയിട്ടാണ് നമ്മുടെ ഐഡിയാസ് അനുസരിച്ചിനും ബ്ലൗസിനൊക്കെ ഡിഫറൻസ് വരുത്തിയിട്ട് റിച്ച് ലുക്കിൽ തന്നെ നമുക്ക് വെയർ ചെയ്യാൻ പറ്റിയ സാരി. അടുത്തത് ഡാർക്ക് മെറൂൺ ടോണിലേക്കാണ് വന്നിരിക്കുന്നത്. ഔട്ട്ലുക്ക് വരുന്നത് അതുപോലെ 1495 റേറ്റ് വരും. ഇൻ്റർനാഷണലി ഞാൻ പറഞ്ഞ കാര്യമായിരുന്നു സെമി ടെസിൽ വരുന്ന സാരീസ്, അതായത് കട്ട് വർക്ക്. നമ്മളൊരു ഫങ്ഷൻസ് വിചാരിക്കുമ്പോഴത്തേനും ഒത്തിരി പേര് വരെയും കസവ് കാര്യങ്ങളൊന്നും വേണ്ട. അതുകൊണ്ട് തന്നെ നമ്മൾ എനിക്കത് എല്ലാ പ്രാവശ്യവും പാറ്റേണിൽ കട്ട് വർക്ക് വരുന്ന സാരീസ് നമ്മൾ അധികമായിട്ട് ചെയ്യാറുണ്ട്. നമുക്ക് ഹൈ എൻക്വയറി ഉള്ളൊരു പാറ്റേൺ. അപ്പോൾ ഇത് പ്രാവശ്യം വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ബോഡി പോർഷന് ടോൺ ഷെയ്ഡ് എംബ്രോയ്ഡറി വർക്ക് വരും. അതുപോലെ തന്നെ നമ്മുടെ ബോർഡേഴ്സും പല്ലു പോർഷനും ഇതുപോലെ സ്കാലപ്പ് വർക്കും കട്ട് വർക്കും എംബ്രോയ്ഡറി വർക്കും കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ബ്ലൗസ് പീസ് സെയിം കളർ പ്ലെയിൻ ആയിട്ടാണ് വരുന്നത്. 1980 ആണ് ഈ ഒരു ബ്യൂട്ടിഫുൾ സാരിയുടെ പ്രൈസ് വരുന്നത്. ഇതിൻ്റെ ഡിഫറെൻറ്റ് ഷെയ്ഡ്സുകളാണ്. അതായത് രണ്ട് സൈഡും ബോർഡേഴ്സിലേക്ക് നമുക്ക് കട്ട് വർക്കും
സ്കാലപ്പ് വർക്കും എംബ്രോയിഡറി വർക്കും ഒക്കെ വരുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി. ലാവണ്ടർ ഷെയ്ഡ് വരും. സെമി ടസർ ആയതുകൊണ്ട് തന്നെ ഡ്രൈപ്പ് ചെയ്യാൻ ഭയങ്കര കംഫർട്ടബിൾ ആട്ടോ. ഒരു പ്യുവർ ടസറിൻ്റെ അതേ ഫീലിംഗ് ലുക്കും കിട്ടുന്ന സാരീസാണ്. 1980 റേറ്റിലേക്ക് വരും. നെക്സ്റ്റ് വൺ ഒരു ഗ്രേപ്പ് ജ്യൂസിൻ്റെയൊക്കെ ഷെയ്ഡാണ് വന്നിരിക്കുന്നത്. സൂപ്പറായിട്ടുള്ള കളർ ചാർട്ട്, എല്ലാം നല്ല സ്റ്റാൻഡേർഡ് ലുക്ക് വരുന്ന സാരീസാണ്. കളറിൽ മാത്രമാണ് ഡിഫറൻസ് വരിക. 2 സൈഡ് ബോർഡേഴ്സും സ്കാലപ്പ് വർക്കും അതുപോലെ തന്നെ എംബ്രോയിഡറി വർക്കും കട്ട് വർക്കും ഒക്കെ കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് ഈ ഒരു ഗ്രീനാണ്. ബ്ലൗസ് പീസ് പ്ലെയിൻ ആയിട്ട് വരും. അടുത്തൊരു ലാവൻഡർ ടോണിലേക്കാണ് വന്നിരിക്കുന്നത്. സെമി ടസർ ഫാബ്രിക്കിൽ ബോഡി പോർഷനിൽ കുഞ്ഞ് ഫ്ലോർ എംബ്രോയിഡറി വർക്ക് സെയിം കളറിലേക്ക് വരും. 1980 റേറ്റ് വരുന്നത്. പിങ്കിൻ്റെ തന്നെ മറ്റൊരു ഷെയ്ഡ്, നമ്മൾ ആദ്യം ഒരു പിങ്കാണ് കണ്ടത്, അതിൻ്റെ തന്നെ കുറച്ചുകൂടെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു പിങ്ക് ഷെയ്ഡിലേക്കാണ് ഈ ഒരു സാരി വന്നിരിക്കുന്നത്. അടുത്തത് കട്ട് വർക്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ എൻക്വയറി ഉള്ള ഷെയ്ഡ് പേസ്റ്റൽ ഗ്രീൻ ഷെയ്ഡ്. പാറ്റേൺ സെയിം തന്നെയാണ് കേട്ടോ. ആ ലുക്ക് വരുന്നത് അതുപോലെ. ലാവണ്ടർ തന്നെ കുറച്ചുകൂടെ ഡിഫറെൻ്റ് ആയിട്ട്, കുറച്ച് ലൈറ്റ് ആൻഡ് ഡാർക്കും അങ്ങനെയുള്ള ഡിഫറൻസാണ് അവരെ കളേഴ്സിൽ തന്നെ വന്നിരിക്കുന്നത്. 1980 പ്രൈസിൽ വരുന്ന സൂപ്പർ സാരീസ്. അപ്പോൾ ഇതിലേതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പർച്ചേസ് ചെയ്യുക. താങ്ക് യു.